എനിക്ക് അറിയാൻ പറ്റില്ല, എനിക്ക് ചിരിക്കണോ കരയണോ, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇപ്പോഴും നിങ്ങൾ ആരും മിണ്ടാണ്ടിരിക്കുന്ന എന്നാ? യു വാണ്ട് മീ ടു കോൾ ഔട്ട് യുവർ നെയിംസ്? ഞാൻ പറയുന്നത് കേൾക്കാവോ പിള്ളേരെ? കേൾക്കാലോ അല്ലേ? ആൻഡ് അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ പിള്ളേര് മിണ്ടാണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ല? നിങ്ങൾ എല്ലാവരും ആ പെണ്ണുമ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അതും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയൊന്നുമില്ല മിസ്, അങ്ങനെ അല്ല, എനിക്ക് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ക്ലാസ്സിന് എന്താണ് പറ്റിയേക്കുന്നതെന്ന്. ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു മാനസിക പരിഗണനയുടെ ബേസിസിലെങ്കിലും ഒരു മറുപടി, ആ ചോദ്യത്തിന് ഒരു മറുപടി തരാനുള്ള ബേസിക് മര്യാദ ഇല്ലാതെ എങ്ങനെ പോയി നിങ്ങൾക്ക്? മിസ് ഇത് പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല, ഗൗരവം റെസ്പോണ്ട് ചെയ്ത് അത് മതി, ചെയ്യാൻ പറ്റിയില്ല, ദാറ്റ് ഇസ് ഇനഫ്. ബട്ട് അങ്ങനെ ഒരു റെസ്പോൺസ് തരാൻ കൂടി പറ്റാത്ത വണ്ണം ആ രീതിയിൽ എന്തെങ്കിലും ദേഷ്യം നിങ്ങൾക്ക് എന്നോടുണ്ടോ? എനിക്കത് അങ്ങനെ തന്നെയാ തോന്നുന്നത്. ആസ് ഇഫ് ലൈക്ക് യു ഹാവ് ഗോട്ട് എ ഭയങ്കര ഒരു ഗ്രഡ്ജ് അഗൈൻസ്റ്റ് മീ ബിക്കോസ് യു ഗൈസ് ആർ നോട്ട് റെസ്പോണ്ടിങ് ടു മീ. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ മറുപടി തരാതിരിക്കുന്നത് ആരടുത്താണ് നമ്മൾ മറുപടി കൊടുക്കാതിരിക്കുന്നത്? നമുക്ക് ഒട്ടും, അതായത് നമുക്ക് സ്നേഹമുള്ളവരടുത്ത് നമ്മൾ മറുപടി കൊടുക്കും, നമുക്ക് ദേഷ്യമുള്ളവരടുത്ത് നമ്മൾ മറുപടി കൊടുക്കും ഇല്ലേ? കാരണം നമ്മുടെ ദേഷ്യത്തിൽ ഇങ്ങനെ മറുപടി കൊടുക്കും. നമ്മൾ ആരുടെ മറുപടി കൊടുക്കാതിരിക്കുന്നത് അറിയാമോ? നമ്മൾ ഒരു വിലയും കൽപ്പിക്കാത്ത, അതായത് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറുപടി കൊടുക്കില്ലല്ലോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അതായത് ഇറ്റ്സ് ലൈക്ക് ഐ ഡസന്റ് മാറ്റർ, ഐ ഡോണ്ട് മാറ്റർ, മൈ സബ്ജക്ട് ഡസന്റ് മാറ്റർ, യു ആർ ഗിവിംഗ് മീ ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീലിംഗ്, യു നോ ദാറ്റ്. അങ്ങനെയൊന്നുമില്ല മിസ്. പിന്നെ എങ്ങനെയാണ് ആകെപ്പാടെ ഞാൻ രണ്ട് രീതിയിൽ ക്ലാസ്സിൽ അന്വേഷിപ്പിച്ചു. ചിക്ക് എംബ്രിയോ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പോർഷൻ. ഓക്കെ, ആ ഒരു ദിവസങ്ങളിൽ ഐ വാസ് റിയലി നോട്ട് വെൽ. ഞാൻ കട്ടിലേ എണീക്കുന്നത് നിങ്ങളുടെ ചിക്ക് എംബ്രിയോ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ക്ലേ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീഡിയോ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ വളരെ കുറച്ച് പേരാണ് അറ്റൻഡ് ചെയ്തത്. ഞാൻ ഇത് വഴക്ക് പറയാൻ വേണ്ടിയിട്ടല്ലാട്ടോ ഈ ക്ലാസ് വെച്ചത്, സീരിയസ്ലി അല്ല, നിങ്ങളുടെ മൂഡ് കളയാനും അല്ല, ബട്ട് കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ ക്ലാസ് വെച്ചു, കുറച്ച് പേര് അറ്റൻഡ് ചെയ്തുള്ളൂ, 10 പേരെങ്ങാണ്ട് അറ്റൻഡ് ചെയ്തുള്ളൂ. അതിന് റീസൺ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ബാക്കിലുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഒരു പേടി, മനസ്സിലാവില്ലേ എന്നൊരു പേടി കാരണമാണ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഒരു ക്ലാസ്, എന്റെ ഒരു ക്ലാസ് ഒരു കുട്ടി ലേറ്റ് ആയിട്ട്, ഐ മീൻ ഓൺലൈൻ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ല, ബട്ട് ഞാൻ ലൈവായിട്ട് ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ എടുത്തുകൊണ്ട് ഒരാൾ ലേറ്റ് ആയിട്ട് വന്നാൽ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാറ്. ഐ ട്രൈ ദാറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കുട്ടി പുതുതായിട്ട് വന്നായിരുന്നെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചേനെ. അപ്പൊ എന്തായാലും 11 പേരെ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളൂ. അപ്പൊ ഐ വാസ് വറീഡ് ബിക്കോസ് ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പോർഷൻ. ഞാൻ ക്ലാസ് ലീഡർ വഴി അന്വേഷിപ്പിച്ചു നിങ്ങൾക്ക് ഒരു റെമഡിയൽ ക്ലാസ് വേണോ എന്ന്. അപ്പോൾ ആകെപ്പാടെ അഖിലജ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്, വേറെ ആരും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെ ആ സമയത്ത് എനിക്ക് ഇവിടെ വീട്ടിൽ കുറച്ച് സിറ്റുവേഷൻസ് മോശമായിരുന്നു. മൈ അമ്മ ടെസ്റ്റഡ് കോവിഡ് പോസിറ്റീവ്. അപ്പൊ എനിക്ക് റിപ്പീറ്റഡ് ക്ലാസ് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പൊ വാട്ട് ഐ ഡിഡ്, ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിച്ചവർക്ക്, ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഒരു പിയർ ക്ലാസ് എന്ന രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ഗൂഗിൾ മീറ്റ് സെറ്റ് ചെയ്ത് തന്നാൽ നിങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്തു. അല്ലെ, ഞാൻ ഇരിക്കുന്നില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്യാനെങ്കിലും, കാരണം ആ ഒരു വീക്കെൻഡ് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഇട്ട് ചോദിച്ചതാണ്. അപ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് നോ വൺ റെസ്പോണ്ടഡ്. ആൻഡ് അതിൽ നിന്ന് എന്താ എനിക്ക് മനസ്സിലാകേണ്ടത്? എനിക്കിപ്പോ എന്റെ മനസ്സിൽ കിട്ടുന്ന ഫീലിംഗ് എന്താന്ന് വെച്ചാല്, ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ഗോട്ട് എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് അഗൈൻസ്റ്റ് മീ. അതുകൊണ്ട് യു ആർ നോട്ട് റെസ്പോണ്ടിങ്, അതുകൊണ്ട് യു ആർ നോട്ട് അറ്റൻഡിങ് മൈ ക്ലാസ്. കാരണം രജിത മിസ്സിനോട് ചോദിക്കുമ്പോൾ രജിത മിസ്സിന്റെ ക്ലാസ്സിൽ ഇതിനേക്കാളും കൂടുതൽ പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സാനിയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്റെ ക്ലാസ്സിൽ മാത്രം അറ്റൻഡ് ചെയ്യുന്നില്ല. സോ സംതിങ്, എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഓക്കെ, ആൻഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയില്ല അതിന് കാരണങ്ങള്. അതുകൊണ്ട് എന്താ പറയണത്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഒരിക്കലും നിങ്ങൾ എവിടെ പോയാലും, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും എവിടെ പോയാലും മനുഷ്യന്മാർ എന്ന രീതിയിൽ നമുക്ക് വേണ്ട കുറച്ച് മര്യാദയുണ്ട്. ആ മര്യാദ പാലിച്ചു പോകണം.
അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് പറയാമോ? ഇതൊരു ശരിക്കും ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ വരും. ഓക്കെ, സോ നമ്മളിവിടെ പഠിക്കുന്ന വെറുതെ സുവോളജിയുടെ ഒരു ഡിഗ്രി കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഔട്ട്സൈഡ് വേൾഡിലോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യാൻ കൂടിയിട്ടാണ് നമ്മൾ കോളേജിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ വന്നിരുന്ന് പഠിക്കുന്നത്. സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യാനും കൂടെ നിങ്ങളോട് പഠിക്കുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റി ആയിട്ടുള്ള മിങ്കിളിംഗിൽ യു ഗൈസ് ആർ ഹാവിംഗ് എ വെരി ബിഗ് ഇഷ്യൂ. ഐ എം നോട്ട് സേയിങ് ദാറ്റ് എവറിബഡി ഈസ് ഹാവിംഗ് ആൻ ഇഷ്യൂ, but majority of this class is having an issue and you guys are not responding to the teachers and അത് ഒരു ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഞാനിങ്ങനെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എനിവേസ് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്. ഇനി കേൾക്കാത്തവർക്ക് പിന്നെ വേണേൽ റെക്കോർഡ് സെഷൻ കാണാം. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് തുടങ്ങാം. പക്ഷെ എന്തായാലും ഞാൻ ആ ഒരു പിയർ ക്ലാസ്സിന്റെ കാര്യം ഇട്ടപ്പോ ഐ തോട്ട് someone will respond. എനിക്ക് ആകെപ്പാടെ റെസ്പോണ്ട് ചെയ്തത് ഷുഹൈബ് മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്. No one else responded. Okay, no one else responded. And you know, it was like നിങ്ങൾക്ക് വരുമ്പോഴും മനസ്സിലാവുള്ളൂ. അതായത് നിങ്ങളൊരു ചോദ്യം ഒരാളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ട് nobody is responding to that, അത് എന്താണത് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോ, അത് ഞാൻ ശപിച്ചു വിടുന്നതല്ല കേട്ടോ, സോറി അല്ല, ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളെ ശപിച്ചു വിടില്ല. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത് വരുമല്ലോ ആ ഒരു ഫീലിംഗ്. അപ്പൊ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ, ഓ മൈ ഗോഡ്, ഇത് എന്തൊരു ഇൻസൾട്ട് ആണെന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്ലാസ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം, മനസ്സ് തുറന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ എംബ്രിയോയുടെ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ പ്ലീസ് ഒരു 1.5-2 മണിക്കൂർ എനിക്ക് തരിക, എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കാൻ ഒരു അവസരം തരിക. സോ ദാറ്റ് നമുക്ക് ചിക്കൻ എംബ്രിയോയുടെ ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് സീ. അപ്പോ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു പിപിടിക്കകത്ത് ഞാനൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു പഴയ വീഡിയോ ആണ്. പക്ഷെ ഇത്രയും നല്ല ഒരു ചിക്കൻ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അത്ര രസമുള്ള ഒരു വീഡിയോ ആണ്. ബട്ട് ഇറ്റ് ഈസ് ആൻ ഓൾഡ് വീഡിയോ, പഴയ സിനിമ പോലെ ഇരിക്കും കാണാനായിട്ട്. അതൊരു 22 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോനെ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കാണിക്കാം നിങ്ങൾക്ക്. പക്ഷെ എല്ലാവരും തന്നെ ഈ ചിക്കൻ എംബ്രിയോയുടെ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസിനെ കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ അറ്റൻഡിങ് അല്ലെങ്കിൽ യു ആർ വ്യൂയിങ് ദാറ്റ് വീഡിയോ, ബിക്കോസ് അത് ലൈവ് വീഡിയോ ആണ്. അതൊന്ന് കണ്ടാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നൗ ക്യാൻ യു സീ ദ സ്ലൈഡ്സ് കാണാമോ? കാണാം. അപ്പോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് ദി അബൌട്ട് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഇൻ ചിക്കാണ്. അതായത് ചിക്കിൽ തന്നെ എംബ്രിയോണിക് അല്ലാതെ പക്ഷെ എംബ്രിയോയിൽ നിന്നുണ്ടാവുന്ന കുറെ മെംബ്രെയിൻസ് ഉണ്ട്. ചിക്കില് മാത്രമല്ല, ആരിലൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. നമ്മുടെ കേസിൽ മെയിൻലി വേർട്ടിബ്രേറ്റ്സിന്റെ ഡെവലപ്മെന്റില്, വേർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫിഷസ്, റൈറ്റ്? ഫിഷസ് ഒന്നുമല്ല, അതിന് തൊട്ട് പിന്നെ തുടങ്ങുകയാണ് ഫിഷസ് തൊട്ട് ഫിഷസ്, ആംഫീബിയൻസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, മാമൽസിലൊക്കെ നമുക്ക് എന്താ ഉള്ളതെന്ന് അറിയാം. വി ഹാവ് ഗോട്ട് സർട്ടൺ എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ. Now what is this extra embryonic tissue? എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൈഗോട്ട് ഉണ്ടല്ലോ, സൈഗോട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 10 സെൽ ഉണ്ടായിന്ന് വിചാരിക്കാം. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എത്ര സെൽ ഉണ്ടായിന്ന് വിചാരിക്കുക? 10 സെൽ ഉണ്ടായിന്ന് വിചാരിക്കുക. ആ 10 സെല്ലിൽ നിന്ന് 5 സെല്ല് മാത്രമേ എന്താകുന്നുള്ളൂ, നമ്മുടെ ബോഡി ആവുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടായ സൈഗോട്ടിൽ നിന്നും ഒരു 5-6 സെൽസിൽ നിന്നാണ് എന്റെ ഫുൾ ബോഡി ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഒരു 5-6 സെൽസ് ഉണ്ടല്ലോ, അതെവിടെ പോയി? അതിൽ നിന്നും നമുക്ക് എന്താ ഉണ്ടായി? കുറച്ച് മെംബ്രെയിൻസ് ഉണ്ടായി. അത് എവിടുന്നാ ഉണ്ടായത്? എംബ്രിയോയുടെ ടിഷ്യൂ എന്നാണ് തന്നെ ഉണ്ടായത്. പക്ഷെ എംബ്രിയോയുടെ ബോഡിയിലാണോ ഇരിക്കുന്നത്? അല്ല, എംബ്രിയോയ്ക്ക് പുറത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് വിളിക്കും. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ?
ആരോ എന്തോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. It's okay. Apo, now this extra embryonic membrane, they do not enter into the formation of the embryo, but these membranes and these tissues are very important because they function to protect the embryo, to care the embryo, and this membranes are very important for the growth of the embryo. So embryoയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറെ ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ അവരെയാണ് നമ്മൾ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് അല്ലെങ്കിൽ ഫീറ്റൽ മെംബ്രെയിൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ കേസിൽ നമുക്ക് എവിടെ കാണാന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലാസെന്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ ആണ്. പ്ലാസെന്റയിൽ അമ്മയിൽ നിന്നുള്ള ടിഷ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കുഞ്ഞുവാവയിൽ നിന്നുള്ള ടിഷ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുവാവയിലെ ടിഷ്യൂ എന്ന് പറയുന്നത് പ്ലാസെന്റ അവസാനം കുഞ്ഞാവ് ഉണ്ടായി കഴിയുമ്പോൾ പ്ലാസെന്റ വേറെ ഇറങ്ങി പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ പ്ലാസെന്റയിൽ കുഞ്ഞുവാവയുടെ കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ ഈ പറയുന്ന എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. Okay, Apo, in the main extra embryonic membranes, the function is nutrition, gaseous exchange, removal of waste products, absorption of important nutrients, protection ഇതൊക്കെയാണ്. Now, ഇനി മെയിൻലി എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഇങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെർട്ടിബ്രേറ്റ്സ് തൊട്ട് നമുക്ക് മുട്ടയിടുന്നത്, അതായത് നമുക്ക് ലാൻഡ് ടെറസ്ട്രിയൽ ലൈഫിന് പോസിബിൾ ആകുന്നത് ഈ ഒരു എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ റെപ്റ്റൈൽസിന്റെ മുട്ടയിടുക, മുട്ട അത് എവിടെയെങ്കിലും ഇട്ടുവെച്ച് പോവുകയാണ് അല്ലെ, ലാൻഡിൽ ഇട്ടുവെച്ച് പോവുകയാണ്. ബേർഡ്സിന്റെ മുട്ട, ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റിന് സഹായകരമായത് ഇങ്ങനെ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസിന്റെ ഡെവലപ്മെന്റ് കൊണ്ടാണ്. അപ്പൊ എന്താണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ചോദിച്ചാൽ, extra embryonic membranes are those membranes formed of embryonic tissue. The embryonic tissue തന്നെയാണ് which extends out and beyond the embryonic body, which extends out and beyond the embryonic body, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം which do not form the embryonic body but they help in maintenance and the development of embryo. So extra embryonic membranes are those embryonic tissues which do not form the embryonic body but help in maintenance of the embryo and the development of the embryo. എന്ന് എഴുതിയാലും മതിയാവും. Now extra embryonic membrane എന്ന് പറയുന്നത് there are mainly 4 kinds of extra embryonic membranes. 4 extra embryonic membranes ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഈ 4 extra embryonic membrane എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സിനും ഉള്ളതാണ് കേട്ടോ. ടെറസ്ട്രിയൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് വെർട്ടിബ്രേറ്റ്സ് തൊട്ടാണെന്ന് പറയുമ്പോൾ ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സ് ആയ റെപ്റ്റൈൽസ് തൊട്ടാണ് ഈ 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഈ 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ്? The 4 extra embryonic membranes are amnion, chorion, allantois and yolk sac. ഏതാണ് amnion? നമുക്ക് ഇവിടെ കാണാൻ പറ്റും എംബ്രിയോയ്ക്ക് തൊട്ട് മുകളിൽ കാണുന്ന amnion. പിന്നെ എന്താണ് യോക്ക് സാക്ക് എന്ന് പറയുന്ന ഒരു എംബ്രിയോ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ കാണാൻ പറ്റും. ഇതാണ് ഈ ഗ്രീൻ കളറിൽ കാണാൻ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനാണ് അലൻടോയ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പുറത്ത് കാണുന്നതാണ് കോറിയോൺ. So these 4 are the extra embryonic membrane. ഇത് ഹ്യൂമൻ ബീങ്സിലും ഉണ്ട് നമുക്ക്, പക്ഷെ നമുക്ക് ഇന്നത്തെ 2 എണ്ണം റെഡ്യൂസ്ഡ് ആണ്. അലൻടോയ്സും യോക്ക് സാക്കും നമുക്ക് റെഡ്യൂസ്ഡ് ആണ്, എന്നാലും നമുക്ക് ഇതുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് നേരെ ചിക്കിലോട്ട് പോവുകയാണ്. ബട്ട് ഞാൻ നേരെ ചിക്കിന്റെ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച്, അതായത് എങ്ങനെ ഈ ചിക്കിൽ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് പോർഷനിൽ പഠിക്കാനുള്ളത്. ഡെവലപ്മെന്റ് ഓഫ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഇൻ ചിക്ക്. പക്ഷെ ഡയറക്ട്ലി ഡെവലപ്മെന്റിലോട്ട് പോവാതെ ഏതൊക്കെയാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ എന്ന്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് അറിഞ്ഞിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ ഈ ഒരു PPT നിങ്ങൾക്ക് ഞാൻ തരും. ഈ PPTയിൽ ഒരുപാട് റീഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള എല്ലാം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട പോയിന്റ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എല്ലാം ഈ എസ്സേയിൽ എഴുതി ചേർക്കേണ്ട പോയിന്റ്സ് ആയിരിക്കില്ല. ബട്ട് ഈ എസ്സേക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പഠിക്കാനായിട്ട് വേണ്ട കുറെ റീഡിംഗ് മെറ്റീരിയൽസും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റീഡിംഗ് മെറ്റീരിയൽ ആണ് ഇത്. ബട്ട് ഇതിൽ നിന്ന് ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആ 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഏതാണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്.
The first extraembryonic membrane is actually amnion ആണ്. നമുക്ക് amnionനെ കാണാം. Amnion ഒരു thin membrane ആണ്. അത് എവിടെയാ കാണുന്നത്? It encloses the developing embryo. Developing embryoനെ enclose ചെയ്യുന്നതാണ് amnion എന്ന് പറയുന്നത്. Now ഈ amnion ആർക്കൊക്കെയാണുള്ളത്? Reptilesനുണ്ട്, birdsനുണ്ട്, mammals-നുണ്ട്. Fishesനും amphibians-നും എന്തില്ല? ഈ amnion ഇല്ല. ഈ amniotic membrane ഡെവലപ്മെന്റില് amniotic membrane ഉള്ള ഓർഗാനിസത്തിനെയാണ് amniotes എന്ന് വിളിക്കുന്നത്. So what are amniotes? Amniotes are those organisms has got amnion എന്ന് പറയുന്ന who has got amnion during the development. ഡെവലപ്മെന്റില് amnion എന്ന് പറയുന്ന മെംബ്രെയിൻ കവർ ചെയ്യുന്ന ഓർഗാനിസത്തിനാണ് amniotes എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് amniotes ഉള്ളത്? Reptiles, birds and mammals. ഫിഷിനും ആംഫിബിയൻസിനും എന്തില്ല? amniotes ഇല്ല. എന്തായിരിക്കും കാരണം? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തായിരിക്കും കാരണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫിഷിനും ആംഫിബിയൻസിനും amniotes ഇല്ല. ആർക്കെങ്കിലും ആലോചിച്ചിട്ട് പറയാൻ പറ്റുമോ? You all know that. അവര് ടെറസ്ട്രിയൽ അക്വാട്ടിക്കും കൂടെ. കറക്റ്റ്. അതായത് ഫിഷസിന്റെയും ആംഫിബിയൻസിന്റെയും ഡെവലപ്മെന്റ് മുട്ടയിടുന്നവർ എങ്ങോട്ടാ? വെള്ളത്തിലോട്ടാ. അപ്പൊ അവിടെ അവർക്ക് ഒരു കുഷനി സപ്പോർട്ടിന്റെയോ അതിന്റെ ഒന്നും ഫംഗ്ഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അവർക്ക് എന്തില്ല? അവിടെ amnion ഇല്ല. അവിടെ ഡിസ്കേഷൻ അല്ലെങ്കിൽ ഡ്രൈയിങ്ങിന്റെ ഒരു പോസിബിലിറ്റി വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് amnion ഇല്ല. പക്ഷെ ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന് എന്തുണ്ട്? amnion ഉണ്ട്. ഓർത്ത് വെച്ചേക്കാൻ. നമുക്ക് ഈ amniotes എന്താണ്? amniotes എന്താന്നൊക്കെ പറയുന്നത് എൻട്രൻസ് എക്സാം പോലത്തെ സ്ഥലത്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ റെപ്റ്റൈൽസ് തൊട്ട് അങ്ങോട്ട് amniotes ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് എന്താണ്? യോഗ് സാക്ക് ആണ്. യോഗ് സാക്ക് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പ്രിമിറ്റീവ് ആയിട്ടുള്ള എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും വേർട്ടിബ്രേറ്റ്സിലൊക്കെ ഏറ്റവും ആദ്യം ഉണ്ടായത് യോഗ് സാക്ക് ആണ്. യോഗ് സാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സാക്ക് or it is an extra embryonic membrane which covers the yolk. യോക്കിനെ കവർ ചെയ്യുന്നതാണ്, യോക്കിനെ പ്രിസർവ് ചെയ്യുന്നതാണ് ആര്? യോഗ് സാക്ക് എന്ന് പറയുന്നത്. നമുക്ക് യോഗ് സാക്ക് ഡെവലപ്ഡ് അല്ല. അതായത് നമ്മുടെ കേസിൽ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ യോഗ് സാക്ക് ഒക്കെ വെസ്റ്റേജിലാണ്, അത്ര വലുതായിട്ട് കാണാറില്ല. കാരണം നമുക്ക് യോക്ക് ഇല്ല. ബട്ട് യോഗ് സാക്കിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്, ചെറുതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് യോഗ് സാക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഡെവലപ്മെന്റിൽ ഇത് ഹൈലി യോഗ് സാക്ക് ഡെവലപ്ഡ് ആയിട്ട് ഹൈലി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റെപ്റ്റൈൽസിലും ഏവ്സിലും ഒക്കെയാണ്. അടുത്തത് എന്താണ്? അലൻടോയ്സ് എന്ന് പറയുന്ന മെംബ്രെയിൻ. എന്താണ് അലൻടോയ്സ് എന്ന് പറയുന്ന മെംബ്രെയിൻ? അലൻടോയ്സ് എന്ന് പറയുന്ന മെംബ്രെയിൻ നമുക്ക് ആരുടെ ഇടയിലാണ് കാണാൻ പറ്റുന്നത്? യോഗ് സാക്കിന്റെയും കോറിയോന്റെയും ഇടയിൽ കാണുന്ന ഒരു മെംബ്രെയിൻ ആണ്, എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആണ് അലൻടോയ്സ് എന്ന് പറയുന്നത്. Now this അലൻടോയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് an excretory structure and respiratory structure. അതായത് പുറത്തുനിന്നുള്ള എയറിനെ അകത്തോട്ട് കൊണ്ടുവരാനും അകത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് കളയാനും ഒക്കെ സഹായിക്കുന്ന ഒരു മെംബ്രെയിനസ് ലെയർ ആണ് ആര്? അലൻടോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അലൻടോയ്സ് ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാവുമോ അല്ലെങ്കിൽ മാമൽസിന് ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. യെസ്, റെഡ്യൂസ്ഡ് ആയിരിക്കും. കാരണം എന്താ? നമുക്ക് എന്താ ഉള്ളത്? വേറെ ആരെങ്കിലും പറഞ്ഞേ എന്തുകൊണ്ട് നമുക്ക് അലൻടോയ്സ് ഡെവലപ്ഡ് ആയിട്ട് വേണ്ട? സംബഡി എൽസ്. എന്തായിരിക്കും കാരണം? കറക്റ്റ്, പ്ലാസന്റെ ഉള്ളതുകൊണ്ട് നമുക്ക് അലൻടോയ്സിന്റെ ആവശ്യമില്ല. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത സ്ട്രക്ചർ എന്താണ്? കോറിയോൺ. വാട്ട് ഈസ് ദിസ് കോറിയോൺ? കോറിയോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്ത് കാണുന്ന ഒരു തിൻ ലെയർ ഓഫ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആണ് കോറിയോൺ എന്ന് പറയുന്നത്. കോറിയോൺ നമുക്കുണ്ട്, കോറിയോൺ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെയൊക്കെ കേസിൽ കോറിയോൺ ഇങ്ങനെ ഫോൾഡ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, വാസ്കുലാർ ലെയർ ആണ്, അത് ബ്ലഡ് വെസൽസ് ഉള്ള ഒരു ലെയർ ആണ്, റെസ്പിറേറ്ററി ലെയർ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഏതൊക്കെയാണ് 4 ലെയർ എന്ന് മനസ്സിലായോ? അലൻടോയ്സ് എന്താണ്, യോഗ് സാക്ക് എന്താണ്, കോറിയോൺ എന്താണ്, ആംനിയോൺ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്കിനി അടുത്തൊരു പോയിന്റിലോട്ട് പോകാം. അതിനു മുന്നേ ഐ വോണ്ട് ടു ഷോ യു സം ഡയഗ്രംസ്. ഇവിടെ സൊമാറ്റോപ്ലിയോർ ആൻഡ് സ്പ്ലാങ്ക്നോപ്ലിയോർ എന്ന് പറയുമ്പോൾ ഒന്നും തലയിൽ കത്താത്ത ആൾക്കാരൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇടാവോ? മനസ്സിലായില്ലെന്ന്. സൊമാറ്റോപ്ലിയോർ ആൻഡ് സ്പ്ലാങ്ക്നോപ്ലിയോർ എന്ന് ഞാൻ പറയുമ്പോൾ
അയ്യോ ഇത് എന്നാ എന്ന് മനസ്സിലാകാത്ത ആൾക്കാരൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇടണേ. മനസ്സിലായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തംസപ്പോ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ മതി, സം കൈൻഡ് ഓഫ് ഇത്. മനസ്സിലായവര് അവിടെ ഇരിക്കട്ടെ, മനസ്സിലാവാത്തവര് ചാറ്റ് ബോക്സിൽ കമന്റ് ഇടുക. ഒന്നും ഇട്ടില്ലെങ്കിൽ ഞാനത് വിഴുങ്ങും, ഞാൻ പറയില്ല. Okay, Daniel. Thank you for responding. Setu, Nima, Alina, Fatima, Alia, സോണ സാര വർഗീസിന് മനസ്സിലായില്ലേ? സോണ സാര വർഗീസ് എന്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. മിസ് 2-3 ക്ലാസ് എനിക്ക് മിസ്സായിരുന്നു. ഓക്കെ, അപ്പോ ജസ്റ്റ് പിക്ചർ. ഓക്കെ, ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോ ചിക്ക് എംബ്രിയോ ഡിസ്ക്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഈ ടാബ് കാണാവോ? ഒരു ഈ ടാബ് കാണാവോ? യെസ്. Now, ചിക്ക് എംബ്രിയോ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. നാണം കെട്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചിക്ക് എംബ്രിയോന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ബിക്കോസ് പിന്നെയും ഞാൻ വന്ന് ക്ലാസ് എടുക്കാന്ന് പറയുന്നത് എന്റെ അഭിമാനത്തിന് ഞാൻ പറയും ഇതിനേക്കാളും നാണം കെട്ട് ഒരു അവസ്ഥയായി പോകും, കാരണം ആർക്കും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രിമിറ്റീവ് സ്ട്രീക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ മിസ്സേ ഞാൻ പ്രിമിറ്റീവ് സ്ട്രീക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തുകൊള്ളാം. ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ട, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആർക്കും ഒരാൾക്ക് എന്താ ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാമെങ്കിൽ അങ്ങനെ പറയുക. അങ്ങനെ ഒന്ന് എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ യുവർ ഫ്രണ്ട്സ് ഹു ഡിഡന്റ് attend the class, it will be really helpful. Okay, so ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ചിക്ക് എംബ്രിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റൻഡ് എംബ്രിയോ ആണ്. നമുക്കറിയാം ഡിസ്ക് ഷേപ്പിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എംബ്രിയോ. നമുക്ക് ഒരു ബോൾ പോലെ അല്ല എംബ്രിയോ ഇരിക്കുന്നത്, ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ക്യാൻ യു സീ മൈ ഹാൻഡ്? ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നെങ്കിലും ഇവിടെയും നമ്മൾ നേരത്തെ ആർക്ക് പറഞ്ഞതുപോലെ ആംഫിബിയൻസിന്റെ ഒക്കെ കേസിൽ പറഞ്ഞ പോലെ ഏറ്റവും മുകളിലത്തെ ടിഷ്യൂസ് ആയിരിക്കും അവിടുത്തെ എക്ടോഡേം ആകുന്നത്. ഇവിടെ ന്യൂർ എക്ടോഡം ഉണ്ടാവും. നടുക്കത്തോട്ടായിരിക്കും ഏകദേശം നോട്ടോകോഡൽ സെൽസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഏറ്റവും താഴെയായിരിക്കും എൻഡോഡേം സെൽസ് ഉണ്ടാവുന്നത്. ആദ്യം തന്നെ എൻഡോഡേം സെൽസ് എങ്ങോട്ട് ഇറങ്ങിപ്പോകും? എൻഡോഡേം സെൽസ് ഇറ്റ് വിൽ ഗോ, അതായത് ഇങ്ങനെ ഒരു ഫ്ലാറ്റൻ ലെയർ ആണെങ്കിൽ ഈ ഇവിടെ അടിയിലിരിക്കുന്ന എൻഡോഡേം സെൽസ് ഇതിലേക്കൂടെ പോയിട്ട് ഇവിടെ വേറൊരു ലെയർ ആവും. ഓക്കെ, സോ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ടിഷ്യൂ ആദ്യം ഇങ്ങനെ ഒറ്റ ലെയർ ഓഫ് ടിഷ്യൂ ആയിട്ട് ഇരിക്കുമായിരിക്കും. ഒറ്റ ലെയർ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ലെയർ ഓഫ് ടിഷ്യൂ, പക്ഷെ ഒറ്റ സ്റ്റാക്ക് ആയിട്ട് ഇരിക്കുമായിരിക്കും. ആ ഒറ്റ സ്റ്റാക്കിൽ നിന്ന് ആദ്യം തന്നെ എൻഡോഡേം എന്ത് ചെയ്യും? എൻഡോഡേം സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെയർ ഫോം ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക, കുറെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഇടയിൽ. എന്നാലും ഇങ്ങനെ മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലായോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇത്രയും മനസ്സിലായോ? ഐ നീഡ് റെസ്പോൺസ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേച്ചു പോകും. മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലായി? അപ്പൊ എൻഡോഡേം എവിടെ എത്തി? ഓൾറെഡി അടിയിലെത്തി. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. മുകളിൽ ടിഷ്യൂ, താഴെ യെല്ലോ കളറിൽ എൻഡോഡേം എത്തി. ആ എൻഡോഡേമിന് ഇപ്പൊ തൽക്കാലം നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് വിളിക്കുകയാണ്. ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എൻഡോഡേം മാത്രമല്ല, വേറെ കുറെ ആൾക്കാരുണ്ട്. എന്നാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ ആരൊക്കെ ഉള്ളത്? എക്ടോഡേം സെൽസും ഉണ്ട്, മീസോഡേം സെൽസും ഉണ്ട്. ഇനി മീസോഡേം സെൽസിന് എവിടെ പോകണം? ഈ പറയുന്ന എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിലോട്ട് ആര് വരണം? മീസോഡേമിന് വരണം. എങ്ങനെ വരും? അവിടെയാണ് ഗ്യാസ്ട്രുലേഷന്റെ ഭാഗങ്ങൾ വരുന്നത്. എൻഡോഡേം മൂവ് ചെയ്തതും ഗ്യാസ്ട്രുലേഷൻ ആണ്. എന്നാൽ ഇവിടെയും ഗ്യാസ്ട്രുലേഷൻ വരണം. ഇവിടെ എങ്ങനെയാണ് ഇവർ മൂവ് ചെയ്യുന്നത്? ഇവർ മൂവ് ചെയ്യുന്ന ഒരു ഒറ്റ ഓപ്പണിംഗ് വഴിയല്ല. ഇവരുടെ ഓപ്പണിംഗ് വെച്ചാൽ നീണ്ട കുഴിയാണ്. എന്താണ്? ഒരു ഇലോങ്ങേറ്റഡ് ഒരു ഓപ്പണിംഗ് ആണ് ഇവർക്കുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അകത്തോട്ട് പോകണ്ട, അതായത് ഇവിടെ അകത്തോട്ട് പോകണ്ട മീസോഡേം സെൽസ് എല്ലാം കൂടെ എംബ്രിയോയിൽ വന്ന് എംബ്രിയോയുടെ ഭാഗത്തോട്ട് അക്യുമുലേറ്റ് ചെയ്യും.
അക്യൂമുലേറ്റ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും, ഒരു സ്ട്രീക്ക്, ഒരു വര പോലെയാകും. ഈ വരയ്ക്ക് ഒരു കുഴിയുണ്ട്, ആ കുഴിയുടെ പേരാണ് പ്രിമിറ്റീവ് ഗ്രൂവ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഐ ഡോണ്ട് വാണ്ട് ഗൗരവ് ടു റെസ്പോണ്ട് ടു ദിസ്. മനസ്സിലാവുന്നില്ല? ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയാം. എവിടെ നിന്നിട്ട് പറയണം? എൻഡോഡം അകത്ത് ചെന്നത് മനസ്സിലായല്ലോ? മനസ്സിലായി. നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഈ ഒരു ലെയർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ തന്നെ ഇതാണ് ബ്ലാസ്റ്റോഡിസ്ക് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റോഡിസ്കിൽ തന്നെ 2 ഏരിയ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു ഏരിയ, നടുക്ക് കാണുന്ന ഏരിയ ഇച്ചിരി ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഏരിയനെയാണ് നമ്മൾ ഏരിയ പെലൂസിഡ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏരിയ ഒപ്പേക്ക എന്ന് പറയും. കാരണം അവിടെ യോക്കൊക്കെ കുറച്ച് കയറി വന്നിരിക്കുന്നതുകൊണ്ട് അവരുടെ സെൽസ് ഒക്കെ ഇച്ചിരി ഒപ്പേക്കാണ്. ഏരിയ പെലൂസിഡ ഉണ്ട്, ഏരിയ ഒപ്പേക്ക ഉണ്ട്. ഇതൊക്കെ സെൽസ് ആണ് കേട്ടോ. ഇതിനകത്ത് ഏരിയ പെലൂസിഡ, ഈ നാടുക്ക് കാണുന്ന ഏരിയ പെലൂസിഡയെന്നാണ് നമുക്ക് എംബ്രിയോ ഉണ്ടായി വരുന്നത്. ഏരിയ ഒപ്പേക്കയ്ക്ക് വേറെ കുറെ ഫംഗ്ഷൻ, എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ഫംഗ്ഷനും അല്ലെ വേറെ കുറെ ഫംഗ്ഷൻ ഒക്കെയാണ് ഉള്ളത്. അവിടെ നിന്നോട്ടെ. ഈ ഏരിയ പെലൂസിഡയില് നമുക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് എക്ടോഡം സെൽസ് ഒക്കെ ഉള്ളത്. ഇവിടെ ഓൾറെഡി എൻഡോഡം സെൽസ് അകത്ത് കയറിപ്പോയി. അപ്പൊ നമ്മുടെ നോട്ടോകോഡ് സെൽസും മീസോഡം സെൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ എംബ്രിയോയുടെ പുറത്ത്. ഇവരെല്ലാം കൂടെ കുന്നുകൂടും. എങ്ങോട്ട് വന്ന് കുന്നുകൂടും? ഇവരെല്ലാം കൂടെ കൺവേർജ് ചെയ്യും ടു ദ ബേസ് ഓഫ് ദി ഏരിയ പെലൂസിഡ. ഏരിയ പെലൂസിഡ ബേസിലോട്ട് വന്ന് കൺവേർജ് ചെയ്യും. കണ്ടോ? കൺവേർജ് ചെയ്യുന്ന കണ്ടോ? യെസ്. ആരെയും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേ എസ് ഓർ നോ പറയാനായിട്ട്. കൺവേർജ് ചെയ്ത് കണ്ടോ? ഈ തിക്കൻ മാസ് എന്ന് പറഞ്ഞ കണ്ടോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യാ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ക്ലേ വെച്ച് പഠിപ്പിച്ചാണെന്ന് ഓർത്ത്. അണ്ട് ഇവർ എന്ത് ചെയ്യും? ഇവരിങ്ങനെ ഇലോങ്ങിന് ഇടാം. നമ്മുടെ മുടിയിലൊക്കെ കളർ സ്ട്രീക്ക് ചെയ്യുമ്പോൾ വരയായിട്ട് സ്ട്രീക്ക് ചെയ്യില്ല, അതിനാണ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യും? ഈ അടിയിലോട്ട് വന്ന് കൺവേർട്ട് ചെയ്ത സെൽസ് ചെറിയ ഇലോങ്ങേറ്റഡ് ആകും. അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. വി കോൾ ദം ആസ് പ്രിമിറ്റീവ് സ്ട്രീക്ക്. ഓക്കെ. ഇനി ഈ പ്രിമിറ്റീവ് സ്ട്രീക്ക് തന്നെ എന്ത് ഡെവലപ്പ് ചെയ്യും? ആ പ്രിമിറ്റീവ് സ്ട്രീക്കിൽ നടുക്കൊരു കുഴി ഡെവലപ്പ് ചെയ്യും. എങ്ങനെയാ കുഴി ഇരിക്കുന്നത്? ഇതേ കണ്ടോ? ഇവിടെ പ്രിമിറ്റീവ് സ്ട്രീക്കിന്റെ നടുക്കൊരു കുഴി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടോ? ക്യാൻ യു സീ ദിസ് കുഴി ഗ്രൂവ്? കണ്ടോ? ഈ ഗ്രൂവിനെയാണ് പ്രിമിറ്റീവ് ഗ്രൂവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിമിറ്റീവ് സ്ട്രീക്കില് നടുക്ക് അവർ എന്ത് ഡെവലപ്പ് ചെയ്യും? ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ട്രാൻസ്വേഴ്സ് സെക്ഷൻ ആണ്. ഈ സെക്ഷൻ, ഒരു മിനിറ്റ്, സോറി, ഈ ഒരു പ്ലെയിന്റെ സെക്ഷനെയാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. കണ്ടോ? അപ്പൊ ആ സെക്ഷനാണ്. അപ്പൊ നമുക്ക് പ്രിമിറ്റീവ് സ്ട്രീക്കിൽ ഒരു കുഴി കാണാൻ പറ്റും. ഈ കുഴീനെ പ്രിമിറ്റീവ് ഗ്രൂവ് എന്ന് പറയുന്നു. 2 സൈഡിലും പ്രിമിറ്റീവ് റിഡ്ജസ് എന്ന് പറയും. അപ്പോ ഈ പറയുന്ന കുമിഞ്ഞുകൂടിയ സെൽസ് ഇല്ലേ, കുമിഞ്ഞുകൂടിയ സെൽസ്, ഈ കുമിഞ്ഞുകൂടിയ സെൽസ് ഈ ഗ്രൂവിലൂടെ അകത്തോട്ട് കയറാൻ തുടങ്ങും. ഈ ഗ്രൂവിലൂടെ എങ്ങോട്ട് കയറാൻ തുടങ്ങും? ഗ്രൂവിലൂടെ അകത്തോട്ട് കയറി വരുന്നത് കണ്ടോ? അകത്തോടെ കയറിയിട്ട് അവർ എന്തിന്റെ ഇടയിലോട്ട് വരും? എക്ടോഡോമിന്റെയും എൻഡോഡോമിന്റെ ഇടയിൽ വന്ന് കിടക്കും. കിടക്കുന്ന കാണുന്നുണ്ടോ? ക്യാൻ യു സീ ദിസ്? മനസ്സിലായോ ഇത്? ഇല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് പറയാൻ മനസ്സിലായില്ല. മനസ്സിലായി. അപ്പൊ മീസോഡം അവിടെ കയറി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ ചിക്കൻ ബ്രിയോയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ മീസോഡം സെൽസ് ഇങ്ങനെയാണ് അകത്തോട്ട് കയറി വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതേ മീസോഡം സെൽസ് എല്ലാം അകത്ത് കയറി. അപ്പോ ഇവിടെ നമുക്ക് ഇതൊരു 24 hour ചിക്കൻ ബ്രിയോനെ മുറിച്ച് വെച്ചേക്കുന്നതാണ്. 24 hour ചിക്കൻ ബ്രിയോ നീണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ അതിനെ മുറിച്ചിട്ട് ആ ലെയേഴ്സ് കാണിക്കുകയാണ്. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നേ? നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് എക്ടോഡോം പുറത്തുണ്ട്, എൻഡോഡോം അകത്തുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മീസോഡോം കാണാൻ പറ്റും. നമുക്ക് മീസോഡോം കാണാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് കാണാമല്ലോ മീസോഡോം? കാണാവോ? പിങ്ക് കളർ പോലെ, അല്ലെങ്കിൽ സ്കിൻ കളർ ഒക്കെ മീസോഡോം ആണെന്ന് വിചാരിക്കാം. കാണാവോ? ഒരു മിനിറ്റ് മക്കളെ.
ഓക്കെ, ഈ മീസോഡോം തന്നെ നടുക്ക് കയറിയ മീസോഡോം കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു 24 മണിക്കൂറൊക്കെ ആകുമ്പോൾ ആ മീസോഡോമിനെ ഇച്ചിരി ഞാൻ വലുതാക്കിയപ്പോൾ റെസൊല്യൂഷൻ കുറഞ്ഞു പോയത് എനിക്കറിയാം. ഓക്കെ, നോക്കുക. ഈ മീസോഡോം ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്യുക. ഇവിടെ ഈ മീസോഡോം ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ മീസോഡോം 3 തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് മീസോഡോം തന്നെ നമുക്ക് 3 തരം മീസോഡോം കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ആദ്യം കാണുന്നത് ഇവിടെ ഇപ്പൊ ഒരു ന്യൂറൽ ഗ്രൂവ് ഉണ്ട്. അതിന്റെ തൊട്ടാൽ ഇവിടെ കാണുന്ന ഈ മീസോഡോമിനെയാണ് നമ്മൾ ഡോഴ്സൽ മീസോഡോം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് താഴെ സൈഡിലോട്ട് കാണുന്നതിന് ലാറ്ററൽ മീസോഡോം എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും എന്ത് മീസോഡോം ആണ്? ഡോഴ്സൽ മീസോഡോം ആണ്. അറ്റത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ലാറ്ററൽ മീസോഡോം. ഇത്രയും ഓക്കെ ആണോ? ഇവർക്കിടയിൽ കണക്ട് ചെയ്ത് കാണുന്ന ചെറിയൊരു തിൻ സ്ട്രാപ്പ് ഓഫ് ബ്ലാക്ക് കണ്ടോ? ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ മീസോഡോം എന്ന് പറയുന്നത്. അപ്പൊ 24-ാമത്തെ മണിക്കൂറിൽ ഞാനിത് ഓൾറെഡി എനിക്ക് തോന്നുന്നു 48 അവറിന്റെ എന്റെ ക്ലാസ് കേട്ട ആൾക്കാർക്ക് അതെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അവിടെ ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മീസോഡോം തന്നെ നമുക്ക് ഒരു 24 അവർ തൊട്ട് 3 തരത്തിൽ കാണാൻ പറ്റും. ഒരു ഡോഴ്സൽ മീസോഡോം, ഇന്റർമീഡിയറ്റ് മീസോഡോം ആൻഡ് 2 വശങ്ങളിലോട്ടും കാണുന്ന ലാറ്ററൽ മീസോഡോം. ഈ 21-ാമത്തെ മണിക്കൂർ തൊട്ട് ഈ ഡോഴ്സൽ മീസോഡോം എന്ത് ചെയ്യുന്നത് അറിയാമോ? അവരിങ്ങനെ ബ്ലോക്ക് ആയിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലോക്ക് ആയിട്ട് സെഗ്മെന്റേഷൻ കാണിക്കും. ഓരോ സെഗ്മെന്റിലും ഓരോ ബ്ലോക്ക് പോലെ അവരിങ്ങനെ സെഗ്മെന്റഡ് ആയിട്ട് കാണാൻ പറ്റും. അതിനെയാണ് സൊമൈറ്റ് എന്ന് പറയുന്നത്. 21-ാമത്തെ മണിക്കൂറിൽ ആദ്യത്തെ പേര് ആദ്യത്തെ ഉണ്ടാകും, 22-ാമത്തെ മണിക്കൂറിൽ രണ്ടാമത്തെ ഉണ്ടാകും, 23-ാമത്തെ മണിക്കൂറിൽ മൂന്നാമത്തത്, അങ്ങനെ പോകും. അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ ലാറ്ററൽ മീസോഡോം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ലാറ്ററൽ മീസോഡോമിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ലാറ്ററൽ മീസോഡോമിൽ സംഭവിക്കുന്നത്? അത് ഞാൻ എന്റെ പ്രസന്റേഷനിൽ പറയാം. ഞാൻ ഇവിടെ പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ലാറ്ററൽ മീസോഡോമിൽ ഞാൻ പറയുകയാണ്, ഇത് എന്താണ് സംഭവിച്ചത്? ഞാൻ ഇവിടെ വരയ്ക്കുകയാണേ, ശ്രദ്ധിച്ചോളാം. നിങ്ങൾ വേറെ ഒരു പാഠം ശ്രദ്ധിക്കേണ്ട, ഞാൻ വരയ്ക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഡോർസൽ മീസോഡോം, ഇന്റർമീഡിയറ്റ് മീസോഡോം ആൻഡ് ലാറ്ററൽ മീസോഡോം ഇങ്ങനെ ഇരിക്കുകയാണ് വിചാരിക്കുക. ഈ ലാറ്ററൽ മീസോഡോമിന് എന്ത് സംഭവിക്കും? ഒരു സ്പ്ലിറ്റ് ഉണ്ടാകും. ലാറ്ററൽ മീസോഡോമിൽ എന്തുണ്ടാകും? ഒരു സ്പ്ലിറ്റ് ഉണ്ടാകും. അപ്പൊ ഈ ലാറ്ററൽ മീസോഡോമിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ മീസോഡോമിന്റെ മുകളിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? മീസോഡോമിന്റെ മുകളിലുള്ളതാണ് എക്ടോഡോം എങ്കിൽ മീസോഡോമിന്റെ അടിയിലുള്ളത് എന്താണ്? എൻഡോഡോം ആണല്ലോ. അത് നിങ്ങൾക്ക് അറിയാലോ. ഇതെന്താണ്? എക്ടോഡോം ആണെങ്കിൽ അടിയിലുള്ളത് എൻഡോഡോം ആണ്. മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? അപ്പോ ഈ ലാറ്ററൽ മീസോഡോമിന്റെ ഇടയിൽ എന്തുണ്ടാകും? ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്യാവിറ്റി കാണാൻ പറ്റും. ഇതിനെയാണ് സീലോം എന്ന് പറയുന്നത്. ഈ സ്പ്ലിറ്റ് ക്യാവിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടായി? സീലോം ഉണ്ടായി. അപ്പൊ ഈ ലാറ്ററൽ മീസോഡോം തന്നെ ഇപ്പൊ 2 ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഏതൊക്കെയായിട്ടാ സ്പ്ലിറ്റ് ആയത്? ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഏതൊക്കെയായിട്ടാ സ്പ്ലിറ്റ് ആയത്? സൊമാറ്റിക് ലെയർ. കറക്റ്റ്. 2 ലെയർ ആയിട്ട് സ്പ്ലിറ്റ് ആയി. ആദ്യത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ലെയർ. താഴത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്പ്ലാങ്കിനിക്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ലെയർ കിട്ടി. സൊമാറ്റിക് ആൻഡ് സ്പ്ലാങ്കിനിക് ലെയർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ലാറ്ററൽ മീസോഡോം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു സൊമാറ്റിക് ലെയറും കിട്ടി, ഒരു സ്പ്ലാങ്കിനിക് ലെയറും കിട്ടി. ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി മിസ്. ബോയ്സിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. മനസ്സിലായി മിസ്. ഇനി this somatic layer is in close association with the അല്ലെങ്കിൽ എന്താണ് the layer which is just above them, that is the ectoderm. Ectoderm ആയിട്ട് ഈ സൊമാറ്റിക് ലെയർ ഭയങ്കരമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരിക്കും ചില സമയത്തൊക്കെ.
അങ്ങനെ അവർ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണെങ്കിൽ, അതായത് എക്ടോഡേമും സൊമാറ്റിക് മീസോഡോമും കൂടെ, എക്ടോഡേമും സൊമാറ്റിക് മീസോഡും കൂടെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആകുമ്പോൾ എക്ടോഡേമും സൊമാറ്റിക് മീസോഡോമും കൂടെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആകുമ്പോൾ വി കോൾ ദം ആസ്, ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ എന്ത് വിളിക്കും എന്നറിയാമോ? നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ വിളിക്കുന്ന പേരാണ് സൊമാറ്റോപ്ലോർ. നിങ്ങൾ ഇവിടെ കണ്ടോ സൊമാറ്റോപ്ലോർ എന്ന് പറയുന്ന വാക്ക്? when the ectoderm and somatic mesodome forms like a single layer, അല്ലെങ്കിൽ they are closely associated, നമ്മൾ അവരെ എന്ത് വിളിക്കും? സൊമാറ്റോപ്ലോർ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇനി ഈ സ്പ്ലാങ്ക്നിക് ലെയറും എൻഡോഡോമും കൂടെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കും. സ്പ്ലാങ്ക്നിക് ലെയറും എൻഡോഡം, സ്പ്ലാങ്ക്നിക് ലെയർ എന്ന് വെച്ചാൽ എന്താണ്? മീസോഡോമിലെ അടിയിലെ ലെയറും എൻഡോഡോമും കൂടെ ചില സമയത്ത് ഒരുമിച്ച് ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മളെ ഒരുമിച്ച് അവരെ എന്ത് വിളിക്കും? സ്പ്ലാങ്ക്നോപ്ലോർ എന്ന് വിളിക്കും. നമ്മൾ അവരെന്താ വിളിക്കുന്നത്? സ്പ്ലാങ്ക്നോപ്ലോർ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് സൊമാറ്റോപ്ലോർ എന്നും എന്താണ് സ്പ്ലാങ്ക്നോപ്ലോർ എന്നും നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. നമ്മൾ എവിടെ നിൽക്കുമായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്തോ സംഭവിച്ചു കൃഷ്ണ. ഇനി അപ്പൊ അതാണ് ഇനി ഇവിടെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനുള്ള പോർഷൻ അല്ല, പക്ഷെ ഒന്ന് കേൾക്കാം. അപ്പൊ ഇനി നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഇൻ സ്റ്റിക്ക് നോക്കാൻ പോവാണ്. ഡ്യൂറിങ് ന്യൂറലേഷൻ എന്ന് വെച്ചാൽ ന്യൂറൽ ട്യൂബിന്റെ ഫോർമേഷൻ എന്ന് വിചാരിക്കാം. ഈ ലാറ്ററൽ മീസോഡോം സ്പ്ലിറ്റ്സ് ഇൻ ടു ഔട്ടർ സൊമാറ്റിക് ലെയർ ആൻഡ് ഇന്നർ സ്പ്ലാങ്ക്നിക് ലെയർ. നമുക്കറിയാം ആ പോയിന്റ്. ഈ സെൻസ് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ. ഇനി അത് എന്താണ് സൊമാറ്റോപ്ലോർ എന്നും എന്താണ് സ്പ്ലാങ്ക്നോപ്ലോർ എന്ന് പറയാം. ഇനി എന്താണ് ഈ സമയത്ത് ഈ സൊമാറ്റോപ്ലോറും സ്പ്ലാങ്ക്നോപ്ലോറും നമ്മൾ പറഞ്ഞില്ലേ, എംബ്രിയോ ഇങ്ങനെ മുകളിൽ മുട്ടയുടെ മുകളില് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, വലിയ കോഴിമുട്ടയുടെ നടുക്ക് യോക്കിന്റെ മുകളില് ഇച്ചിരിയും ഭാഗത്തായിട്ടാണ് ആരിയ്ക്കുന്നത്? ഇവിടെ മാത്രം നമ്മുടെ എംബ്രിയോ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇനി എന്ത് ചെയ്യും? എംബ്രിയോയുടെ സൊമാറ്റോപ്ലോറും സ്പ്ലാങ്ക്നോപ്ലോറും എന്ത് ചെയ്യും? they actually spread peripherically, അല്ലെങ്കിൽ they start spreading over the entire yolk. അത് യോക്കിന്റെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. സ്പ്രെഡ് ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. ആ സ്പ്രെഡിങ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ആ ബ്ലൂ വരച്ചതാണ്. ഇത് ഇത്ര തിക്കായിട്ടാണ്, അത് തിക്കായിട്ട് ഇരിക്കാൻ കാരണമുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? യോക്കിന്റെ രണ്ട് സൈഡിലായിട്ടാട്ട്. ഓക്കെ, കണ്ടോ? കണ്ടു. ഈ സൊമാറ്റോപ്ലോറിൽ നിന്നും ഈ സ്പ്ലാങ്ക്നോപ്ലോറിൽ നിന്നുമാണ് നമുക്ക് ആരുണ്ടാവുന്നത്? നമ്മുടെ എല്ലാ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആദ്യമേ ഓർക്കുക. ഈ സൊമാറ്റോപ്ലോറിൽ നിന്നും സ്പ്ലാങ്ക്നോപ്ലോറിൽ നിന്നുമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമ്മുടെ എല്ലാ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ഉണ്ടാകുന്നത്. ഈ ഒരു പോയിന്റ് ഈ സ്ലൈഡിൽ ഈ ഒരു പോയിന്റ് ആണുള്ളത്. ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലെ പോയിന്റ് നോക്കാം. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇനി സംഭവിക്കുന്നത് ഫോർമേഷൻ ഓഫ് ഹെഡ് ഫോൾഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, ഫോർമേഷൻ ഓഫ് ഹെഡ് ഫോൾഡ്. അത് എവിടെയെങ്കിലും ഫോർമേഷൻ ഓഫ് ഹെഡ് ഫോൾഡിന്റെ പടം ഉണ്ടോ നോക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ മക്കളെ, ഞാൻ എവിടെയെങ്കിലും ഫോർമേഷൻ ഓഫ് ഹെഡ് ഫോൾഡ് എടുത്തിട്ടുണ്ടോന്ന്.
ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് നോയിക്കോട്ടെ. നിങ്ങള് ആർക്കെങ്കിലും ഫോർമേഷൻ ഓഫ് ഹെഡ്ഫോൺ ഓർമ്മയുണ്ടോ? ഓർമ്മ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു യെസ് ഓർമ്മയുണ്ടെന്ന് ഇടാമോ? ചാറ്റ് ബോക്സിൽ ആർക്കെങ്കിലും ഹെഡ്ഫോൺ എന്താന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഇടുക. ചാറ്റ് ബോക്സിൽ ഹെഡ്ഫോണിന്റെ ഓർമ്മയുള്ളവര് ഒന്നിടുക. It's a 24-hour chick embryo formation of establishment of orbit. ഉണ്ട്, അതാണ്, അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, എനിക്ക് അതിന്റെ ഒരു വളരെ സിമ്പിൾ പിക്ചർ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ പിക്ചർ വെച്ച് പോകാം. ഓക്കെ, സോ ക്യാൻ യു സീ ദിസ് സ്ലൈഡ്? അല്ല, സീ ദിസ് പേജ്. ഈ ഒരു പടം കാണാമോ? Can you see this head fold എന്ന് എഴുതിയിരിക്കുന്നത്? എക്ടോഡോം, മീസോഡോം, എൻഡോഡോം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാമോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോഴിമുട്ടയുടെ മുകളിൽ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്ലൈഡിലോട്ട് ഞാൻ ഒന്നുകൂടെ പോവാണ്. ഒരു മിനിറ്റ് മക്കളെ, ഇവിടെ ഞാൻ ഒന്നുകൂടെ പോവാണ്. കോഴിമുട്ടയുടെ മുകളിൽ ഇങ്ങനെ എംബ്രിയോ ഇങ്ങനെ ഇരിക്കുകയാണ്, പരന്നിരിക്കുകയാണ്. എംബ്രിയോ പറ്റിപ്പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആലോചിക്കുക. അപ്പോ ഇനി എന്ത് ചെയ്യും? എംബ്രിയോ സ്വന്തമായിട്ട് ഒരു ഇച്ചിരി ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അതായത് എംബ്രിയോ ഒന്ന് ആ പരന്നിരിക്കുന്ന അവിടെ നിന്ന് എംബ്രിയോ സ്റ്റാർട്ട് ഷിഫ്റ്റിംഗ് ഇറ്റ്സെൽഫ് അപ്പ്. എങ്ങനെയാണെന്ന് നോക്കാം. അത് പൊങ്ങി വരേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അതാണ് ഞാൻ അടുത്തിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഒരു 24 hour സ്റ്റേജിലാണ് ഇത് തുടങ്ങുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു ഇന്നലെ അഖിലജ ചോദിച്ച സംശയത്തിന്റെ ഉത്തരം അവിടെ നിന്നാണ് വരുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ബൈ ഒരു 20th hour, ഒരു 20ാമത്തെ മണിക്കൂറിൽ തൊട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്യാൻ സീ ദാറ്റ് തലയുടെ ഭാഗത്ത്, എംബ്രിയോയുടെ തലയുടെ ഭാഗത്ത് ഭയങ്കര ഒരു ഡെവലപ്മെന്റ് നടന്നിട്ട് ഇറ്റ് ജസ്റ്റ് ഷിഫ്റ്റ്സ് അപ്പ്. അത് തൊട്ടടുത്തുള്ള ബ്ലാസ്റ്റോഡോമിൽ നിന്ന് തല ഒന്ന് പൊക്കും, ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാമോ? കണ്ടോ? ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടോ? പൊങ്ങി വരുന്ന കണ്ടോ? അവിടെ ഒരു ഫോൾഡ് ഉണ്ടായത് കണ്ടോ? കണ്ടു മിസ്. ഈ ഒരു ഫോൾഡ് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പറയൂ. Oh, sorry for that noise. Can you see the clay? Can you see the clay? Okay, you can see now. Okay, just I was not prepared for something like this. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തോന്നുന്നു. ഇവിടെ എംബ്രിയോ ഈ ഒരു ഭാഗത്താണ് എംബ്രിയോ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ഈ ഡിമാർക്ക് ചെയ്തേക്കുന്നതാണ് എംബ്രിയോ എന്ന് വിചാരിക്കാം. അപ്പൊ എംബ്രിയോ ഇത് ബ്ലാസ്റ്റോ ഡിസ്ക് മാത്രമാണ്. ഇതിന്റെ താഴെ താഴോട്ട് യോക്കുണ്ട്, നമ്മളത് പറയുന്നില്ല. ഈ ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കുകയാണ് എംബ്രിയോയില്. ഓക്കെ, സോ ഈ ഭാഗമാണ് എംബ്രിയോ. കാണാമല്ലോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? Now what happens is that this embryoയുടെ ഹെഡിന്റെ അവിടെ it assumes a growth. ഒരു മിനിറ്റ്, അത് നന്നായിട്ട് ഒരു മിനിറ്റ്, സോറി, അവിടെ തിക്നിങ് ഇല്ലായിരുന്നു. ആ എംബ്രിയോയിന്റെ
എംബ്രിയോന്റെ ഹെഡിന്റെ അവിടെ, ഇതാണ് ഹെഡ്, ഇതാണ് ടെയിൽ എന്ന് വിചാരിക്കുക. ഹെഡിന്റെ അവിടെ അത് എന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് ഇറ്റ് സ്റ്റാർട്ട്സ് ടു സെപ്പറേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം ദി ബ്ലാസ്റ്റോഡം. അതിന്റെ തൊട്ട് താഴെയുള്ള ബ്ലാസ്റ്റോഡം സെപ്പറേറ്റഡ് ആവാൻ തുടങ്ങും. കണ്ടോ? പൊങ്ങി സെപ്പറേറ്റഡ് ആയത് കണ്ടോ? കണ്ടോ? അപ്പൊ ഈ ഒരു സെപ്പറേഷൻ ഒരു ചന്ദ്രക്കല ഷേപ്പ് അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ ക്രസന്റ് ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ഹെഡിന്റെ അവിടെ ഉണ്ടായ ഒരു ഫോൾഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഹെഡ് ഫോൾഡ് എന്ന് വിളിക്കുന്നു. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു പോക്കറ്റ്, അതായത് ഹെഡിന്റെയും അതിനെ തന്നെ കണക്ട് ചെയ്യുന്ന ബ്ലാസ്റ്റോഡോമിന്റെ ഇടയിൽ ഒരു പോക്കറ്റ് ഉണ്ടായത് കാണാം. ഒരു പോക്കറ്റ്, എന്റെ വിരലിൽ കയറി പോകാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ഉണ്ടായത് കാണാൻ പറ്റുന്നുണ്ടോ? അതിനെയാണ് സബ് സെഫാലിക് പോക്കറ്റ് എന്ന് പറയുന്നത്. എന്താ നമ്മൾ അതിനെ പറയുന്നത്? സബ് സെഫാലിക് പോക്കറ്റ്. ആൻഡ് ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ പ്ലീസ് റീഡ് 24 hour ചിക്കൻ ബ്രിയോ. 24 hour ചിക്കൻ ബ്രിയോയുടെ പോർഷൻ, അല്ലെങ്കിൽ ഇന്ന് ആ ചിക്കൻ ബ്രിയോ ഒന്ന് വായിച്ചു നോക്കാം. ഇന്ന് എനിക്ക് വേണ്ടി വൈകുന്നേരം ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും ചോദിക്കുക, ഞാൻ മറുപടി അയച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ സബ് സെഫാലിക് പോക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇങ്ങനെ പൊങ്ങിയല്ലോ, ഇതെങ്ങനെയാ പൊങ്ങിയത്? അടിയിൽ നോക്കി, അടിയിന്ന് തന്നെ അതൊരു ഫോൾഡ് ആയിട്ട് പൊങ്ങിപ്പോയതാണ്. കണ്ടല്ലോ, വെറുതെ പൊങ്ങിയതല്ല, അടിയിന്ന് തന്നെ ഒരു ഫോൾഡ് ആയത് പോയതാണ്. കണ്ടല്ലോ? ഓക്കെ, അടിയില് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, എംബ്രിയോ ഇസ് മേഡ് അപ്പ് ഓഫ് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേം. അറിയാലോ, എംബ്രിയോ, മൊത്തം എംബ്രിയോ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം കൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ അടിയില് എങ്ങനെയാ അടിയിൽ ഫോൾഡ് ഉണ്ടായെന്ന് ഒന്നുകൂടെ കാണണോ? അടിയിൽ ഫോൾഡ് ഉണ്ടായത് കാണണോ? വേണോ? അറിയാലോ, വേണോ? മനസ്സിലായി. അപ്പൊ അടിയില് ആരാണ്? അടിയിലും കൂടെ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ സ്ക്രീൻ കാണാൻ പറ്റുമല്ലോ. ഇവിടെ ഈ ഒരു ഫോൾഡ്, നമ്മളിപ്പോ ഇതാണ് പറഞ്ഞത്, ഇതാണ് ഹെഡ് ഫോൾഡ്, ഇത് സബ്സെഫാലിക് പോക്കറ്റ്. ഇവിടെ എൻഡോഡേമും കൂടെ കൂടിയിട്ടാണ് ഈ ഫോൾഡ് ഉണ്ടായത്. അപ്പൊ നമുക്ക് ഇവിടെ എൻഡോഡേം ലൈൻഡ് ആയിട്ട് ഒരു ചെറിയ സ്പേസ് കിട്ടി അല്ലെ? എൻഡോഡേം കൊണ്ട് ലൈൻഡ് ആയിട്ടൊരു സ്പേസ് കിട്ടി. കണ്ട ഒരു സ്പേസ്, എൻഡോഡേം ലൈൻഡ് ആയിട്ടൊരു സ്പേസ്. ഇങ്ങനെയാണ് ഫോർഗട്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഫോർഗട്ട്. ആ എംബ്രിയോയ്ക്ക് ഒരു ഗട്ട് ഉണ്ടാവുന്നത്. എംബ്രിയോയ്ക്ക് ഇതൊരു വായ ഗട്ട് അല്ലെങ്കിൽ ആർക്കെൻഡ്രോൺ നമുക്ക് ഉണ്ടാക്കി കണ്ടില്ലല്ലോ. ഗട്ട് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് എംബ്രിയോയുടെ മൊത്തം ഗട്ട് ഉണ്ടാവുന്നത്? നിങ്ങൾ എന്റെ വീഡിയോ ഒന്ന് നോക്കുക. ആദ്യം ഇങ്ങനെ ഒരു ആന്റീരിയർ ഫോൾഡ് ഉണ്ടായി. ഇനി നമുക്ക് കാണേണ്ട കാര്യം എന്താ വെച്ചാല്, പിന്നെ സൈഡിൽ നിന്നും കൂടെ എംബ്രിയോ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. സൈഡിൽ നിന്നും കൂടെ എംബ്രിയോ എങ്ങോട്ട് വരാൻ തുടങ്ങുന്നത്? രണ്ട് സൈഡിൽ നിന്നും കൂടെ എംബ്രിയോ ഇങ്ങനെ ബ്ലാസ്റ്റോഡേമിൽ നിന്നും പൊങ്ങി വരാൻ തുടങ്ങും. കണ്ടോ? രണ്ട് സൈഡിൽ നിന്നും കൂടെ പൊങ്ങിയല്ലോ. കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, അതുപോലെ വാലിന്റെ അറ്റത്തും ഇതുപോലെ ഒരു ഫോൾഡ് കുറച്ചു നേരം കഴിയുമ്പോൾ ഉണ്ടാകും. വാലിന്റെ അറ്റത്തും എന്തുണ്ടാകും? ഒരു ഫോൾഡ് ഉണ്ടാവും. ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഞാൻ പോകുന്നതാണ്. ഇപ്പൊ എംബ്രിയോ സെപ്പറേറ്റഡ് ആയത് കണ്ടോ? ആ ബ്ലാസ്റ്റോഡിസ്കിൽ നിന്നും കണ്ടോ മക്കളെ? കണ്ടോ? കണ്ടു. അപ്പോ നേരെ അകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫോർഗട്ട് ഉണ്ടായി. അതുപോലെ ഹൈൻഡിൽ നിന്ന് താഴേന്നും കൂടെ ഒരു കുഴി വന്ന് ഹൈൻഗട്ട് ഉണ്ടായി. ഇപ്പൊ ഇവരിങ്ങനെ പതുക്കെ പതുക്കെ ജോയിൻ ചെയ്താണ് മിഡ് ഗട്ട് ആവാൻ പോകുന്നത്. അത് നമ്മൾ ഇനി സംസാരിക്കും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കും. ഓക്കെ ആവുന്നുണ്ടോ ഇത്രയും പോർഷൻ? യെസ് മിസ്. അപ്പൊ നമുക്ക് നമ്മുടെ പി പി ടിയിലോട്ട് പോകാം. എന്റെ ദൈവമേ, ഇന്ന് ഞാനേ ചിക്കൻ ബ്രിയോ മൊത്തം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. അല്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. എത്ര ലാഗ് ചെയ്ത് പോകാനും എനിക്ക് കുഴപ്പമില്ല, ഹാപ്പി. അപ്പോ നമ്മൾ എവിടെയാ നിർത്തിയത്? സോറി. ഇനി നിങ്ങൾക്ക് ഇവിടെ എഴുതിയേക്കുന്നൊന്ന് വായിക്കാം. ഞാൻ ഇത്തവണ എഴുതിയത് വായിച്ചു തന്നെ പോവാന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ആ രീതിയിലാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. So shortly after the embryo proper begins, it forms എന്താണ്? ബോഡി കട്ട് ഉണ്ടാവും, ബോഡി ഫോൾഡ്സ് ഉണ്ടാവാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ഡീലിമിറ്റ്സ് ദ എംബ്രിയോ. നമ്മൾ കണ്ടു, ബോഡി ഫോൾഡ് ഉണ്ടായിട്ട് ആ എംബ്രിയോനെ ഡീലിമിറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്, ഇങ്ങനെ ഡീലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടായി തുടങ്ങും? സൊമാറ്റോപ്ലോറിൽ നിന്ന് സ്പ്ലാങ്ക്നോപ്ലോറിൽ നിന്ന് നമുക്ക് എന്തുണ്ടായി തുടങ്ങും? എക്സ്ട്രാ എംബ്രിയോണിക് മെമ്പറൈൻ ഉണ്ടായി തുടങ്ങും.
Now, ആദ്യം ഉണ്ടാകുന്ന അപ്പൊ ഇനിയാണ് നമ്മുടെ എസ് എ പോർഷനിലോട്ട് വരുന്നത്, ഡെവലപ്മെന്റ് ഓഫ് ആംനിയോൺ ആൻഡ് കോറിയോൺ. അപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തട്ടെ. ഹലോ, അല്ല അതുകൊണ്ടല്ല, നിർത്താനല്ല, ഞാൻ ഫുൾ ക്ലാസ് എടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്ന് ബാക്കിലോട്ട് പോയി വായിക്കണം എന്ന് തോന്നുന്നുണ്ടോ, അതോ ഞാനിത് എടുക്കാനാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എടുക്കണോ? അല്ല, വായിച്ചിട്ട് നിങ്ങൾ ആംനിയോൺ കോറിയോന്റെ ഡെവലപ്മെന്റ് ഒന്നും വായിക്കണ്ട. നിങ്ങൾ ചിക്കൻ എംബ്രിയോ വായിക്കുന്നുണ്ടോ? ഇന്ന് ഇതിന് ചിക്കൻ എംബ്രിയോ വായിക്കുന്നുണ്ടോ? അതിന് താല്പര്യം ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോ എടുത്തോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. ഐ എം വെൽ പ്രിപ്പയർഡ്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. അഖിലജ മാത്രം പറഞ്ഞാൽ പോരാ, ഒരാളുടെ അഭിപ്രായം മാത്രം പോരാ. ക്ലാസ്സിൽ ഇത്രയും പേരുള്ളതല്ലേ, പറയൂ, എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. ഇതെടുക്കാനാണെങ്കിൽ ഞാൻ എടുക്കാം. വായിച്ചിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് പോയി ഇരുന്ന് ചിക്ക് എംബ്രിയോയുടെ തുടക്കം മുതൽ വായിക്കണം. തുടക്കം മുതൽ വായിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇവിടം വരെ 48 hours വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാം ഒന്ന് വായിക്കുക. വായിച്ചിട്ട് ഇഫ് യു ഹാവിങ് ഡൗട്ട്സ്, ആദ്യം നിങ്ങളുടെ ഡൗട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ ചോദിക്കുക. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഡൗട്ട് എന്നോട് ചോദിക്കുക. ഓക്കെ, ഞാൻ ആദ്യം പേഴ്സണൽ ഗ്രൂപ്പിൽ ചോദിക്കാൻ പറഞ്ഞതിന്റെ കാര്യം, ചിലപ്പോൾ ഒരേ ഡൗട്ട് കുറെ പേർക്ക് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഡൗട്ട് ആദ്യം പേഴ്സണൽ ഗ്രൂപ്പിൽ ചോദിക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ പറയൂ. നമ്മുടെ ചിക്ക് എംബ്രിയോയുടെ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ കുട്ടികൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ നിട്ടേ, ചാറ്റ് ബോക്സിൽ ഇട്ടേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പിള്ളേരെ ആരൊക്കെയാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത്, ആർക്കൊക്കെയാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ലാത്തത്. You learn more when you teach others, കേട്ടോ. ഞാൻ അതുകൂടെ പറയട്ടെ. You learn more when you teach others. എന്റെ ചിക്ക് എംബ്രിയോയുടെ ക്ലാസ് കേട്ടവരോട് ആരൊക്കെയുണ്ടോ ഹാൻഡ് റൈസ് ചെയ്തേ. ജൂണയ്ക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല? ശ്രീലക്ഷ്മി അറിയാവുന്ന പോലെ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന പോലെ മതി, അല്ലാണ്ട് ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അറിയാവുന്ന പോലെ ഒന്ന് വായിച്ചിട്ട് പറയാൻ പറ്റും. ആരുണിമ്മ, നിങ്ങക്ക് വായിച്ചിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. വെൻ യു ഹെൽപ്പ് ലൈക്ക് ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. ആൻഡ് അപ്പോഴാണ് നമുക്കുള്ള ഡൗട്ട്, നമുക്കിതൊന്നും നന്നായിട്ട് മനസ്സിലായില്ല, ഡൗട്ട് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. ആ ഡൗട്ട്സ് എന്നോട് ചോദിക്കുക. ഓക്കെ ആണോ? എന്തോ എനിക്ക് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഞാനൊരു ആംനിയോൺ കോറിയോണും കൂടെ പറഞ്ഞു പോകാൻ വെറുതെ സമയം കളയുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് പെട്ടെന്ന്. ഇതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ എങ്ങനെയാണ് ആംനിയോൺ കോറിയോൺ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അല്ല എന്നിട്ട് ബാക്കിലോട്ട് പോകാതായിരിക്കും മതി, വെറുതെ അല്ലെങ്കിൽ ഒരു ദിവസം കളയും, കുറെ ദിവസം നമ്മൾ കളഞ്ഞു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എംബ്രിയോ ഡിമാർക്കേറ്റ് ചെയ്തു മുന്നോട്ട് പോയി. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദിസ് റെഡ് കളർ ബോൾ. പ്ലീസ് എന്റെ വീഡിയോ കൂടെ നോക്കാട്ടെ, രണ്ടും കൂടെ നോക്കുക. ഈ റെഡ് കളർ ബോൾ ആണ് യോക്ക് എന്ന് വിചാരിക്കുക. ഞാൻ എംബ്രിയോനെ ഇച്ചിരി വലുതായിട്ട് കാണിക്കുകയാണ്. എംബ്രിയോ അല്ലെങ്കിൽ എംബ്രിയോയുടെ ബ്ലാസ്റ്റോഡിസ്ക് ഇതാണ്. നമ്മൾ ഓൾറെഡി എംബ്രിയോനെ ഇവിടെ ഡിമാർക്കേറ്റ് ചെയ്ത് വെച്ചു. ഡിമാർക്കേറ്റ് ചെയ്ത് എംബ്രിയോ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക.
ഡിമാർക്കേറ്റ് ചെയ്ത എംബ്രിയോ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ എന്താ പറഞ്ഞത്, ഈ എംബ്രിയോയിഡ് തന്നെ മീസോഡം സൊമാറ്റോപ്ലോറ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൊമാറ്റോപ്ലോറ യോക്കിന്റെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് യോക്കിന്റെ മുകളിലോട്ട് മാത്രമല്ല പോകുന്നത്. സൊമാറ്റോപ്ലോർ അല്ല, മൊത്തത്തില് സൊമാറ്റോപ്ലോർ ആൻഡ് സ്പ്ലാങ്ക്നോപ്ലോർ യോക്കിനെ മൊത്തം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് ഗ്രോയിങ്. അപ്പോ ഇതിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണ്? ഒരു 30th hour. നമ്മൾ ആദ്യം പറയുമ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ആംനിയോൺ ആൻഡ് കോറിയോൺ ഒരുമിച്ചാണ് പറയുന്നത്, കാരണം അവർ ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആംനിയോണും കോറിയോണും അല്ല ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ എപ്പോഴും യോക് സാക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്താ പറയുന്നത്, ആംനിയോണിന്റെയും കോറിയോണാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോ നമ്മളിപ്പോ പറയുമ്പോൾ നമുക്കറിയാം സൊമാറ്റോപ്ലോറും ഉണ്ട്, സ്പ്ലാങ്ക്നോപ്ലോറും ഉണ്ട്. വി ആർ ജസ്റ്റ് ഇവിടെ നിങ്ങൾ എംബ്രിയോ ആൻഡ് സൊമാറ്റോപ്ലോർ മാത്രമാണ് കാണുന്നതെന്ന് വിചാരിക്കാം. എംബ്രിയോനെയും സൊമാറ്റോപ്ലോറിനെയും മാത്രമാണ് കാണുന്നതെന്ന് വിചാരിക്കാം. നൗ വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ഇവിടെ നോക്കി എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 30th hour ഒക്കെ ആകുമ്പോഴത്തേക്കും സൊമാറ്റോപ്ലോർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കുട്ടികളെ? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സൊമാറ്റിക് മീസോഡേം ആൻഡ് ദ എക്ടോഡേം ആണ്. ഇറ്റ് ഫോംസ് എ ഡബിൾ വാൾഡ് കപ്പ്, ഒരു ഹുഡ് പോലെ എംബ്രിയോയുടെ രണ്ട് സൈഡിലോട്ടും വളഞ്ഞു വരുന്ന കാണാൻ പറ്റുന്നുണ്ടോ? Can you see this? കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ വളഞ്ഞു വരും. ഓക്കെ, ഇറ്റ് ഇസ് എലിവേറ്റഡ്. ആദ്യം എലിവേഷൻ വരുന്നത് തലയുടെ അവിടെ നിന്നാണ്. തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് വന്നോണ്ടേയിരിക്കും. തലയുടെ അവിടെ നിന്ന് എലിവേറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ഈ തലയുടെ അവിടെ നിന്ന് എലിവേറ്റ് ചെയ്ത് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ദി സൊമാറ്റോപ്ലൂറിക് ഹുഡ് അല്ലെങ്കിൽ ഹെഡ് ഫോൾഡ് ഓഫ് ആംനിയോൺ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സൊമാറ്റോപ്ലോർ ഇങ്ങനെ ഒരു ഹുഡായിട്ട് ഹെഡ് ഫോൾഡിന്റെ മുകളിൽ കൂടെ പോവുകയാണ്. ഇതിനെയാണ് സെഫാലിക് ആംനിയോട്ടിക് ഫോൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഫോൾഡ് ഓഫ് ആംനിയോൺ എന്ന് പറയുന്നത്. എംബ്രിയോയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒരു 48 hours ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ സൈഡിൽ നിന്നും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വിട്ടത്. എന്റെ എംബ്രിയോ കയറിപ്പോയി, സോറി. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം.